കൊച്ചിയിൽ നിശാ പാർട്ടിക്കിടെ ലഹരിമരുന്ന് പിടികൂടിയ കേസ് അട്ടിമറിച്ചതായി ആക്ഷേപം. കേസിന് അന്തർദേശീയ ബന്ധമുണ്ടെന്ന സംശയം നിലനിൽക്കെ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതടക്കമുള്ള സംഭവങ്ങളാണ് ആക്ഷേപത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലിലെ നിശാ പാർട്ടിക്കിടെ പിടിയിലായ റഷ്യൻ സംഗീതജ്ഞൻ വാസ്ലി മാർക്കലോവ് അടക്കമുള്ള 7 പ്രതികൾക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ശനിയാഴ്ച രാത്രി പിടിയിലായവരിൽ 6 പേർക്ക് ഞായറാഴ്ച രാത്രിയോടെയും വാസ്ലിക്ക് തിങ്കളാഴ്ചയുമാണ് ജാമ്യം ലഭിച്ചത്. ഇവരിൽ നിന്ന് പിടികൂടിയത് തുച്ഛമായ അളവിലുള്ള വസ്തുക്കളായിരുന്നു എന്നതിനു പുറമെ പിടികൂടിയവ ലഹരി മരുന്നാണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിയാത്തതുമായിരുന്നു ജാമ്യം ലഭിക്കാൻ കാരണമായത്. ഇക്കാര്യങ്ങളാണ് കേസ് അട്ടിമറിക്കപ്പെട്ടുവെന്ന ആക്ഷേപത്തിന് ഇടയാക്കിയിരിക്കുന്നത്. കൃത്യമായ ആസൂത്രണമില്ലാതെ നടത്തിയ റെയ്ഡിനിടെ ലഹരി വസ്തുക്കൾ എടുത്തുമാറ്റാൻ പ്രതികൾക്ക് അവസരം ലഭിച്ചുവെന്നും ജാമ്യം ലഭിക്കുന്ന കുറ്റങ്ങൾ മാത്രം ചുമത്തി പ്രതികളെ രക്ഷപ്പെടുത്തിയെന്നുമാണ് പോലീസിനകത്തുനിന്ന് തന്നെ ഉയർന്ന ആക്ഷേപം. സംഭവത്തിലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നാണ് വ്യക്തമാവുന്നത്. നേരത്തെ കൊച്ചിയിലെ മറ്റൊരു ഹോട്ടലിൽ നിന്നും ആഡംബര നൌക്കയിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയ കേസിന്റെ അന്വേഷണം എങ്ങുമെത്തിയിട്ടില്ല. കൂടാതെ കൊച്ചി കൊക്കൈൻ കേസും ഒതുക്കി തീർത്തു. ഇപ്പോൾ മറ്റൊരു മയക്കുമരുന്ന് കേസ് കൂടിയാണ് അവസാനിക്കാൻ പോകുന്നത്. അതേസമയം കേസിൽ അട്ടിമറിയുണ്ടായിട്ടില്ലെന്നും കൂടുതൽ ലഹരി വസ്തുക്കൾ പിടികൂടാൻ കഴിയാത്തതാണ് പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ ഇടയാക്കിയത് എന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാറമ്പുഴയിൽ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി നരേന്ദ്രകുമാറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. കോട്ടയം CJM കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. തെളിവെടുപ്പ് ഉടനുണ്ടാകും. കഴിഞ്ഞ 17-ന് പുലർച്ചെയാണ് കോട്ടയം പാറമ്പുഴ തുരുത്തേൽ മൂലേപ്പറമ്പിൽ ലാൽസൺ, ഭാര്യ പ്രസന്ന, മകൻ പ്രവീൺലാൽ എന്നിവരെ വീടിന് സമീപത്തെ ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ നിന്നുമാണ് പ്രതി നരേന്ദ്രകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കൊല്ലപ്പെട്ട പ്രവീൺലാൽ നടത്തിയിരുന്ന ഡ്രൈ ക്ലീനിംഗ് സ്ഥാപനത്തിലെ തൊഴിലാളിയായിരുന്ന പ്രതിയെ കൊലപാതകം നടന്ന ഡ്രൈ ക്ലീനിംഗ് സെന്ററിലും പാറമ്പുഴയിലെ വീട്ടിലും തെളിവെടുപ്പിനായി കൊണ്ടുവരും. കൊലപാതകം നടത്തിയ രീതി, 3 പേരെയും എങ്ങനെയാണ് കൊന്നത്, പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നീ കാര്യങ്ങളെല്ലാം പോലീസിന് മുന്നിൽ പ്രതി വ്യക്തമാക്കും. പിന്നീട് കൊലയ്ക്കുപയോഗിച്ച ആയുധം വാങ്ങിയ നഗരത്തിലെ കടയിലെത്തിച്ചും തെളിവെടുപ്പ് നടക്കും. ഇപ്പോൾ മണർകാട് സ്റ്റേഷനിലെ സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്ന പ്രതിക്ക് സ്റ്റേഷനിലും കനത്ത സുരക്ഷയാണ് നൽകിയിട്ടുള്ളത്. 24 മണിക്കൂറും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിനായി പ്രതിയെ പാറമ്പുഴയിൽ കൊണ്ടുവരുമ്പോൾ ജനങ്ങൾ പ്രതിക്കെതിരെ തിരിയാനും ആക്രമണത്തിനും സാധ്യതയുണ്ടെന്നുമുള്ള രഹസ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കനത്ത സുരക്ഷാ സംവിധാനമാണ് പോലീസ് ഒരുക്കുന്നത്. പ്രതിയെ കൊണ്ടുവരുമ്പോൾ കൊലപാതകം നടന്ന പാറമ്പുഴയിലെ മൂലേപ്പറമ്പിൽ വീട് പോലീസ് വടം കെട്ടിത്തിരിച്ച് ജനങ്ങളെ നിയന്ത്രിക്കും. പോലീസ് വാഹനത്തിൽ അതീവ സുരക്ഷയോടെ എത്തിക്കുന്ന പ്രതിയെ വഴിയിലിറക്കി നടത്തിക്കൊണ്ടുപോകുന്നത് അത്ര സുരക്ഷയല്ല. അതിനാൽ പ്രതിയെ കൊണ്ടുവരുന്ന പോലീസ് വാഹനം വീടിനോട് ചേർത്ത് നിർത്തി പ്രതിയെ പോലീസ് വലയത്തിനുള്ളിലാക്കി ഇറക്കും. അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മാധ്യമപ്രവർത്തകർക്കും മാത്രമേ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് പ്രവേശനമുള്ളൂ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചന്ദ്രബോസ് വധക്കേസിൽ തൃശൂർ സെഷൻസ് കോടതിയിൽ നാളെ പ്രാഥമിക വാദം ആരംഭിക്കും. കുറ്റപത്രത്തെ സംബന്ധിച്ച പ്രതി മുഹമ്മദ് നിസാമിന്റെ പരാതികളും കേസിന്റെ തുടർ നടപടികളും കോടതി പരിഗണന എടുക്കുന്നുണ്ട്. കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയതിനു ശേഷം ആദ്യമായാണ് നിസാമിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഏപ്രിൽ 10-ന് പ്രാഥമിക നടപടികൾ പൂർത്തിയായതോടെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതി കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയിരുന്നു. ഇതിനുശേഷം ആദ്യമായാണ് സെഷൻസ് കോടതി കേസ് വിളിക്കുന്നത്. പ്രതി മുഹമ്മദ് നിസാമിനെയും നാളെ കോടതിയിൽ ഹാജരാക്കും. കേസിന്റെ തുടർ നടപടികൾ കോടതി പരിശോധിക്കും. കുറ്റപത്രത്തോടൊപ്പം ഹാജരാക്കിയ രേഖകളുടെ വിവരങ്ങൾ ലഭിച്ചില്ലെന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ പരാതിയും കോടതി പരിഗണിക്കും. കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയതിനെ ചോദ്യം ചെയ്ത മുഹമ്മദ് നിസാം സമർപ്പിച്ച ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കാപ്പ നിയമം ചുമത്തിയത് ശരിവെച്ച മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിനെതിരെയും നിസാം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സെഷൻസ് കോടതിയുടെ ചുമതലയുള്ള ജില്ലാ ആക്ടിംഗ് ജഡ്ജാണ് കേസ് പരിഗണിക്കുക. പ്രോസിക്യൂഷൻ വാദത്തിനായി അഡ്വക്കേറ്റ് CP ഉദയഭാനുവും നാളെ ഹാജരാകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വിയൂർ ജയിലിൽ റിമാൻഡ് തടവുകാരൻ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അടിയന്തര റിപ്പോർട്ട് ഹാജരാക്കാൻ കമ്മീഷൻ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ഞായറാഴ്ച പുലർച്ചെയാണ് എറണാകുളം അയ്യമ്പുഴ സ്വദേശി ജോമേഷ് ജയിലിൽ മരണമടഞ്ഞത്. റിമാൻഡ് പ്രതി ജയിലിനുള്ളിൽ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ ജൂൺ 22-ന് റിപ്പോർട്ട് ഹാജരാക്കാൻ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് R നടരാജൻ വിയൂർ ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. ജനുവരി മുതൽ വിയൂർ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ എറണാകുളം അയ്യമ്പുഴ സ്വദേശി ജോമേഷാണ് ഞായറാഴ്ച പുലർച്ചെ മരിച്ചത്. പനിയും നെഞ്ചുവേദനയും ബാധിച്ച ഇയാൾ ജയിലാശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാണ് അധികൃതരുടെ വിശദീകരണം. മരണമറിഞ്ഞെത്തിയ ബന്ധുക്കൾ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പീപ്പിൾ TVയോട് പ്രതികരിച്ചിരുന്നു. വാർത്തകൾ നിരീക്ഷിച്ച കമ്മീഷൻ കേസെടുക്കുകയായിരുന്നു. തടവുകാർക്ക് ആവശ്യമായ ചികിത്സയും പരിചരണവും ലഭിക്കുന്നില്ല എന്ന പരാതിയിൽ ജയിൽ അധികൃതരോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കെയാണ് തടവുകാരന്റെ മരണം. ഇതേ ജയിലിൽ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് മർദ്ദനമേറ്റത് വിവാദമായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പോലീസിലെ ഒരു വിഭാഗത്തിന് തന്നോടുള്ള പകയാണ് കോപ്പിയടി വിവാദത്തിന് പിന്നിൽ നിന്ന് IG TJ ജോസ്. സർവകലാശാലയെ മറയാക്കി തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും IG. സിൻഡിക്കേറ്റ് ഉപസമിതിക്ക് മുന്നിലാണ് IG മൊഴി നൽകിയത്. രാവിലെ 10:30യോടെയാണ് തൃശൂർ റേഞ്ച് IG TJ ജോസ് കോപ്പിയടി വിവാദം അന്വേഷിക്കുന്ന MG സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതി മുൻപാകെ ഹാജരായത്. സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ നടന്ന തെളിവെടുപ്പ് 2.5 മണിക്കൂറോളം നീണ്ടു. മൊഴിയെടുക്കൽ പൂർത്തിയായ ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കാൻ IG തയ്യാറായില്ല. MG സർവകലാശാലയുടെ LLM പരീക്ഷയ്ക്കിടെ താൻ കോപ്പിയടിച്ചിട്ടില്ലെന്ന മൊഴിയിൽ ഉറച്ചുനിന്ന IG TJ ജോസ് ഉത്തരം അറിയാത്തതുകൊണ്ടാണ് പരീക്ഷ തീരും മുമ്പ് ക്ലാസ് വിട്ടുപോയതെന്നും മൊഴി നൽകിയതായി ഉപസമിതി അധ്യക്ഷൻ ഡോക്ടർ CH അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതെ, നിഷേധിച്ചിരിക്കുകയാണ്. കോപ്പിയടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട്. അതേസമയം സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ പോലീസ് വകുപ്പിലെ ചിലരും തനിക്കെതിരായി നടത്തിയ ഗൂഢാലോചനയാണ് കോപ്പി വിവാദമെന്നും IG സിൻഡിക്കേറ്റ് സമിതിയെ ധരിപ്പിച്ചിട്ടുള്ളതായും സൂചനയുണ്ട്. IGക്കൊപ്പം പരീക്ഷ എഴുതിയവരിൽ നിന്നുള്ള മൊഴിയെടുക്കൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതിനിടെ പ്രധാന തെളിവായ ഗൈഡിൽ നിന്നുള്ള പേജുകൾ ഇൻവിജിലേറ്റർക്ക് IGയുടെ പക്കൽ നിന്ന് വാങ്ങാൻ സാധിക്കാത്തത് കേസ് ദുർബലമാക്കും. ജൂൺ ആദ്യവാരത്തിൽ തന്നെ അന്തിമ റിപ്പോർട്ട് വൈസ് ചാൻസലർക്ക് നൽകുമെന്നും സിൻഡിക്കേറ്റ് ഉപസമിതി അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോഴിക്കോട് നാദാപുരത്ത് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിന് അജ്ഞാതർ തീയിട്ടു. കലാച്ചി കുമ്മങ്കോട് റോഡിലെ വർക്ക്ഷോപ്പിലെ റോഡിലാണ് ജീപ്പ് കത്തിച്ചത്. ഇന്നലെ പുലർച്ചെയാണ് സംഭവം. നാദാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് പ്രവർത്തകർ SIയെ ആക്രമിക്കുകയും പോലീസ് ജീപ്പിന് കല്ലെറിയുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയാണോ ജീപ്പ് കത്തിച്ചതെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്.